മാറ്റമില്ലാതെ കടന്നുപോയ കുറച്ച് ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ സിദ്ധുവും മഞ്ജുവും അടുത്ത് പരസ്പരം കണ്ടറിയുകയായിരുന്നു രണ്ടുപേരെയും. എന്നാൽ തന്നെ പരസ്പരം സംസാരത്തിലെത്തുമ്പോൾ രണ്ടുപേരും പഴയതുപോലെ വിട്ടുകൊടുക്കാതെയുള്ള സംസാരം തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഋഷിയെയും അമ്മുവിനെയും പോലെ തന്നെ അപ്പുവും നീരവും പരസ്പരം ആരും കാണാതെ തന്നെ തങ്ങൾക്കിടയ്ക്ക് വെച്ച് പിരിഞ്ഞു പോകേണ്ടി വന്ന പ്രണയബന്ധം കൂടുതൽ ശക്തിയോടെ തിരിച്ചു വന്നതും അവരും പുതിയൊരു പ്രണയലോകത്തായിരുന്നു. ഹർഷൻ പലപ്പോഴായി കാർത്തികയെ കണ്ടെങ്കിലും അവൻ അവളെ കാണാത്ത ഭാവത്തിൽ നടക്കുകയും പെരുമാറുകയും ചെയ്തു. എന്നാൽ കാർത്തിക അവനെ വിടില്ല എന്ന രീതിയിൽ തന്നെ അവനെ പിന്നാലെ തന്നെ നടന്നു. അതും അവനിൽ നിന്നും ഒരു പുഞ്ചിരിയെങ്കിലും തനിക്ക് പോസിറ്റീവായി കിട്ടണമെന്ന് ഓർത്തുകൊണ്ട്. രുദ്ര എവിടെയെന്ന് മുത്തശ്ശനോടും വൈഷുവിനോടും ബദ്രി തന്നെയാണ് പറഞ്ഞത്. അതുമാത്രമല്ല, കല്യാണി രുദ്രയെ ചോദിച്ച ഒന്നും അറിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നും വൈഷുവിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു. ഇന്നാണ് രുദ്രയുടെ സ്റ്റിച്ചിളക്കുന്നത്. അതുകൊണ്ട് തന്നെ കാവേരിയുടെ ക്ലിനിക്കൽ രുദ്രയെ കൂടെ ബദ്രിയും ഉണ്ടായിരുന്നു. രുദ്രയുടെ സ്റ്റിച്ചിളക്കുമ്പോൾ അവൾക്ക് ചെറിയ പെയിൻ തോന്നി. മുഖം ചുളിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവനെ അവളുടെ കയ്യിൽ തന്നെ പിടിച്ചിരുന്നു. ഇനി കുഴപ്പമൊന്നുമില്ല, നാളെ ആവുമ്പോൾ ആൾ ഇതിലും ഓക്കെ ആവും, പഴയതുപോലെ. കാവേരി ബദ്രിയെ നോക്കി പറഞ്ഞു. എങ്ങനെ ആൻറ്റിയോടും അങ്കിളിനോടും നന്ദി പറയേണ്ടത് എന്നറിയില്ല. കാരണം എനിക്ക് തിരിച്ചു തന്നത് എൻ്റെ ജീവൻ തന്നെയാണ്, അവൻ അവരെ നോക്കി പറഞ്ഞു. അന്ന് സിദ്ധു ശരിയായ സമയത്ത് മോളെ ഇവിടെ എത്തിച്ചതുകൊണ്ട് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് മാത്രമല്ല, എനിക്കും ഈ പ്രായത്തിൽ ഒരു മകളുണ്ട്, അതുകൊണ്ട് ഒരമ്മയായും കൂടി കണ്ട അന്ന് മോളെ ട്രീറ്റ് ചെയ്തത്. പിന്നെ സിദ്ധു പറഞ്ഞു ഓരോന്നും അറിഞ്ഞപ്പോൾ മോൾ എന്തുകൊണ്ടും ഇവിടെയാണ് സേഫ് എന്ന് തോന്നി. ചിലപ്പോൾ ആ സമയത്ത് ഭഗവാന് തോന്നിച്ചതാവും മോളെ ഇവിടെ കൊണ്ടുവരാൻ. അതിനവൻ അവരെ നോക്കി ചിരിച്ചു. എന്തായാലും മോൻ മോളെയും കൂട്ടി ചെല്ല്, 2 ദിവസം കൂടെ മെഡിസിൻ കഴിക്കേണ്ടി വരും. അത് എന്ന് ഞാൻ കീർത്തിയുടെ കയ്യിൽ കൊടുത്തു വിടാം, പോരെ? മതി, തൽക്കാലം ആളിവിടെ നിൽക്കട്ടെ, ആൻറ്റിയുടെ കൂടെ തന്നെ. ഞാനന്ന് ഹോസ്പിറ്റലിലും പിന്നെ ഓഫീസിലും പോകേണ്ട അത്യാവശ്യമുണ്ട്. വരുമ്പോൾ അവളെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാം. മോന് പോയിട്ട് വാ, മോളെ ഞങ്ങൾ നോക്കിക്കോളാം. അത്രയും പറഞ്ഞ് അവർ അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ബദ്രി രുദ്രയുടെ അടുത്തേക്ക് വന്നു നിന്നു. എന്നാൽ അവനെ നോക്കാതെ കരങ്ങൾ കെട്ടി തിരിഞ്ഞു നിൽക്കുന്നവളെ നോക്കി ചോദിച്ചു. ഞാൻ പോകുന്നെന്ന് പറഞ്ഞത് നീ കേട്ടില്ലേ? കേട്ടു. എന്നാ പിന്നെ എൻ്റെ കവിളിൽ ഒരു ഉമ്മ തന്ന് പറഞ്ഞയച്ചൂടെ? ഇത്രയും ദിവസം ഈ പതിവില്ലായിരുന്നല്ലോ, അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയാൽ മതി. ഓഹോ, ഇപ്പം അങ്ങനെയായോ? നിനക്ക് വയ്യാത്തത് കൊണ്ടല്ലേ ഞാൻ പാവലിനെന്ന് കരുതി വിട്ടുവെച്ചത്. അതിപ്പോ എനിക്ക് തന്നെ കുറ്റായോ? ആയി. എന്താ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകാത്തതിലാണോ ഈ പരിഭവം? അറിയാമെങ്കിൽ പിന്നെന്തിനാ ചോദിക്കുന്നേ? എൻ്റെ പൊന്നെ, വേണ്ട, അധികം ഷോപ്പിംഗ് വേണ്ട. എന്നെ കൊണ്ടുപോകുന്നോ ഇല്ലയോ? ബദ്രിയെ സംസാരിക്കാൻ സമ്മതിക്കാതെ ഇടയ്ക്ക് കയറി പറഞ്ഞു. കൊണ്ടുപോകാം, പക്ഷെ ഇപ്പോഴല്ല. പിന്നെ എപ്പോ? അന്ന് പറഞ്ഞു എൻ്റെ അസുഖം മാറട്ടെ എന്ന് കൊണ്ടുപോകാന്ന്. മാറിയപ്പോൾ പറയുക പിന്നെ എന്ന്. ഏട്ടനെ പോലെ എനിക്കുണ്ട് അമ്മയെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും വൈഷുവിനെയും വിജിത്തിനെയും പ്രണവേട്ടനെയും പ്രിയയെയും ഒക്കെ കാണണമെന്ന്. അവരെ മാത്രമല്ല, എൻ്റെ ഋഷി, അപ്പു, അമ്മു, മഞ്ജു എല്ലാവരെയും കാണാൻ തോന്നില്ല എനിക്കും. എന്നിട്ടെന്താ സുഖമായിട്ടും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാതെ ഇവിടെ നിർത്തിയിട്ട് പോകുന്നത്? അതിന് കാരണമുണ്ട്, പക്ഷെ ഇപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ പോയി വന്നിട്ട് പറയാം എല്ലാം, പോരെ? വേണ്ട, ഇപ്പം പറഞ്ഞാലെന്താ? ഇപ്പം പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നോട്. വാശി കാണിക്കല്ലേ രുദ്ര, എനിക്ക് ദേഷ്യം വരും, കേട്ടല്ലോ? ഞാൻ പറഞ്ഞില്ലേ വന്നിട്ട് പറയാമെന്ന്. ഇപ്പം എന്തായാലും പറയാനോ കൊണ്ടുപോകാനോ പറ്റില്ല എനിക്ക്. അത്രയും പറഞ്ഞ് ബദ്രി അവിടെ നിന്ന് പോകുമ്പോഴും അവൾ അവനെ നോക്കിയില്ല. ഡോറ് തുറന്നു പോയ ബദ്രി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവൻ വന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞതും രുദ്ര മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ ബദ്രി ഡ്രസ്സ് മാറിയിറങ്ങി അപ്പുറത്തു നിന്നും വരുന്നത് കണ്ടു. ഒപ്പം തന്നെ കീർത്തിയുടെ കാറെടുത്ത് അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പോകുന്ന ബദ്രിയെ വിതുമ്പുന്ന കണ്ണുകളോടും ചുണ്ടുകളോടും കൂടെ നോക്കി നിന്നു രുദ്ര. അല്ല, ഇതാരാ? അപ്പുവോ? അപ്പു എന്താ ഇവിടെ? ഓഫീസ് റിസപ്ഷൻ മുന്നിൽ വന്ന് നിൽക്കുന്ന അപ്പുവിനെ കണ്ടതും പ്രണവ് ചോദിച്ചു. ഞാൻ ബദ്രിയേട്ടനെ കാണാൻ വന്നതാ. എങ്കിൽ പിന്നെ ഇവിടെ നിൽക്കാതെ അകത്തേക്ക് വാ. അപ്പോഴേക്കും അപ്പു പ്രണവിനൊപ്പം ബദ്രിയുടെ ക്യാബിൻ്റെ അകത്തേക്ക് വന്നു. അവിടെയുള്ള ചെയറിൽ അവളെ ഇരിക്കാൻ പറഞ്ഞ ശേഷം പറഞ്ഞു. അവനൊരു 5 മിനിറ്റ് എടുക്കും എത്താൻ, അതുവരെ വെയിറ്റ് ചെയ്യാലോ അല്ലേ? അതോ പോയിട്ട് തിരക്കുണ്ടോ അപ്പുവിന്? ഏയ് ഇല്ല, ഞാൻ ബദ്രിയേട്ടനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഓക്കെ, എന്ന് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ, കുറച്ച് ജോലി ഉണ്ടായിരുന്നു. താൻ ഇവിടെ ഇരുന്നാൽ മതി, അവൻ വന്നോളും.
അത്രയും പറഞ്ഞ് പ്രണവ് പോകുമ്പോൾ അപ്പു അവിടെ തന്നെ ഇരുന്നു. അവളുടെ ഹൃദയം വല്ലാതെ പിടയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ബദ്രി ക്യാബിൻ തുറന്ന് അകത്തേക്ക് വന്നത്. ബദ്രിയെ കണ്ടതും അപ്പു എഴുന്നേറ്റു നിന്നു. അത് കണ്ടതും ബദ്രി അവളോട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഓപ്പോസിറ്റായിരുന്നു. അല്ല, അപ്പു മാത്രമാണോ വന്നേ? ഋഷി എവിടെ? അവൾ വന്നില്ല, ഞാൻ മാത്രമാ വന്നേ, അതും ഏട്ടനെ കാണാൻ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? അതോ രുദ്രയെ കാണാൻ തോന്നിയത് കൊണ്ട് വന്നതാണോ? രുദ്രയെ കാണണമെന്നുണ്ട്, പക്ഷേ ഈ സാഹചര്യത്തിൽ അതിന് പറ്റില്ലെന്നറിയാം. പക്ഷെ ഞാൻ വന്നത് വേറൊരു കാര്യം സംസാരിക്കാനായിരുന്നു. ബദ്രി അവളെ എന്തെന്നുള്ള രീതിയിൽ നോക്കി. അത് പിന്നെ ഏട്ടാ, എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല, അതാ. നോക്കപർണ, രുദ്രയെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയ മുതൽ നിങ്ങളെല്ലാവരും എൻ്റെ സ്വന്തം പോലെ തന്നെയാണ്. എൻ്റെ വൈഷമോളെ പോലെയാ ഞാൻ നിന്നെയും ബാക്കിയുള്ളവരെയും കാണുന്നത്. അപ്പോൾ പിന്നെ എന്നോട് ഈ മുഖവുര, അത് നിനക്ക് വേണ്ട. എന്നാ പറഞ്ഞു, എന്താ നിനക്ക് പറയാനുള്ളത്? അത് പിന്നെ ഞാൻ ഒരാളെ കൂടെ വിളിച്ചോട്ടെ? അപ്പോൾ അത് പറയുമ്പോൾ ബദ്രി സംശയത്തോടെ അവളെ നോക്കി. ഒറ്റയ്ക്ക് വന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ ആരാ വരാനുള്ളത്? ഋഷിയും അമ്മുവും മഞ്ജുവും കൂടെ ഇല്ലെന്നാ പറഞ്ഞേ. അവർക്കൊപ്പം അല്ലെങ്കിൽ പിന്നെ ആർക്കൊപ്പമാ വന്നേ? പറയാം. അത്രയും പറഞ്ഞ ശേഷം കയ്യിലിരുന്ന ഫോണെടുത്ത് അവൾ നീരവിൻ്റെ നമ്പറിൽ അകത്തേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടു. കുറച്ചു കഴിഞ്ഞതും നീരവ് അകത്തേക്ക് വരുമ്പോൾ ബദ്രി അവരെ രണ്ടാളെയും മാറി മാറി നോക്കി. ഇത് നീരവ് ഏട്ടൻ്റെ ഫാക്ടറി വർക്ക് ചെയ്യുന്ന ആളാ. പോരാത്തതിന് അന്ന് ക്രിസ്റ്റി രുദ്രയെ കൊണ്ടുപോയത് എവിടേക്കെന്ന് വിളിച്ചു പറഞ്ഞു തന്നതും നീരവാണ്. നീരവിനെ എനിക്കറിയാം, പക്ഷെ നിങ്ങൾ രണ്ടാളും കൂടെ വന്ന കാര്യം? ബദ്രി അത് ചോദിക്കുമ്പോൾ അപ്പു നീരവിനെ നോക്കി. അപ്പുവിൻ്റെ നോട്ടം മനസ്സിലായതും നീരവ് തന്നെ ബദ്രിയെ നോക്കി പറഞ്ഞു, ഞാനും ഇവളും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. ഇന്നലെയോ ഇന്നോ തുടങ്ങിയ സ്നേഹമല്ല ഞങ്ങളുടേത്. അപ്പു എന്നാണോ ആദ്യമായി സാറിൻ്റെ ഫാക്ടറിയിൽ ജോലിക്ക് വന്നത് അന്നു മുതൽ ഇവളോട് തോന്നിയ ഇഷ്ടം ആദ്യം പറഞ്ഞത് എൻ്റെ അമ്മയോടാ. അമ്മയ്ക്ക് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. പിറ്റേന്ന് തന്നെ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. ആദ്യമൊന്നും പറഞ്ഞില്ലെങ്കിലും പോകെ ഉള്ളത് കണ്ട് മുട്ടലിലുള്ള ഞാനുമായി കൂടുതൽ അടുത്തപ്പോൾ അവളുടെ ഉള്ളിൽ അതും എന്നോട് തുറന്നു പറഞ്ഞു. ഋഷിയോട് പറയാനിരിക്കുമ്പോഴായിരുന്നു ഗ്ലോറിയും രുദ്രയും തമ്മിലുള്ള പ്രശ്നം ആരംഭിക്കുന്നത്. പിന്നീടത് നമ്മുടെ ബന്ധത്തെയും ബാധിച്ചു. എനിക്കെൻ്റെ ഫ്രണ്ട്സിനെയോ അവൾക്ക് അവളുടെ ഫ്രണ്ട്സിനെയോ വേണ്ടെന്ന് വെക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ വലിയ അകൽച്ച ഉണ്ടായെങ്കിലും അതെൻ്റെ അമ്മ അധികം അറിഞ്ഞില്ല. അമ്മ വിളിക്കുമ്പോഴെല്ലാം അവൾ സ്നേഹത്തോടെ തന്നെയാണ് സംസാരിച്ചതും. പിന്നീട് പരസ്പരം നമ്മൾ അടുത്ത് സംസാരിക്കുന്നത് തന്നെ രുദ്രയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. അന്ന് ക്രിസ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഗ്ലോറിക്ക് രുദ്രയെ അങ്ങനെ പെരുമാറേണ്ടി വന്നത്. ആ തെറ്റ് അവൾ തന്നെ അന്ന് തിരുത്തി. ഒപ്പം രുദ്രയുടെ നിഴലിൽ പോലും തൊടാത്തവണ്ണം ക്രിസ്റ്റിയെയും കൊണ്ട് ഇവിടെ നിന്ന് തന്നെ പോയി. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ പഴയ സ്നേഹബന്ധം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ഋഷിയോട് പറയാൻ ഇവൾക്കൊരു പേടി പോലെ. അവൻ ചിലപ്പോൾ സമ്മതിച്ചില്ലെങ്കിലോ? അതാ സാറിനെ വന്ന് കാണാമെന്ന് കരുതിയത്. സാറ് പറഞ്ഞാൽ എന്തായാലും അവൻ നോ പറയില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നീരവത് പറഞ്ഞു കഴിയുമ്പോൾ ബദ്രി ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് അവർക്ക് മുൻപിലായി വന്നു നിന്നുകൊണ്ട് ചോദിച്ചു, ഈ കാര്യം രുദ്രയ്ക്ക് അറിയാമോ? അറിയാം. ഓഹോ, അപ്പോൾ നിങ്ങളുടെ ഈ ചുറ്റിക്കളിക്ക് കൂട്ടവളാണല്ലേ? അവളോട് മറച്ചു വയ്ക്കാനായില്ല, അതാ. തൽക്കാലം രണ്ടാളും ചെല്ല്, ഞാൻ ഋഷിയോട് സംസാരിച്ചോളാം ഈ കാര്യം. താങ്ക്സ് ഏട്ടാ, അപ്പു അവനെ നോക്കി പറഞ്ഞു. താങ്ക്സൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ സമ്മതിച്ചെന്ന് കരുതി അധികം കറക്കം വേണ്ട. ഇനി ഋഷി സമ്മതിച്ചാലും കല്യാണം കഴിയുന്നവരെ അടങ്ങി ഒതുങ്ങി നടന്നോളണം രണ്ടും. മനസ്സിലായോ? മനസ്സിലായി. രണ്ടാളും അവനെ നോക്കി ഭംഗിയായി ചിരിച്ചു. എന്നാൽ പൊയ്ക്കോടി രണ്ടാളും, ഞാൻ ഋഷിയെ കണ്ട് സംസാരിച്ചോളാം. ബദ്രിയെ ഒന്ന് നോക്കി ചിരിച്ച ശേഷം രണ്ടുപേരും ക്യാബിന് പുറത്തേക്ക് ഇറങ്ങിയതും അവർ രണ്ടാളെയും നോക്കി ചിരിച്ചുകൊണ്ട് ബദ്രിയും അവിടെ തന്നെ നിന്നു. ഹരീന്ദ്രൻ അവിടേക്ക് ഓരോ കാൽച്ചുവടുകളും എടുത്തു വെച്ചുകൊണ്ട് വരുമ്പോൾ അവൻ്റെ ഉള്ളം ഭയത്താൽ വിറച്ചു. അവനെ കെട്ടിയിട്ടിരിക്കുന്ന ചെയറിലിരുന്നു കൊണ്ട് തന്നെ നെറ്റിയിൽ നിന്നും വാർന്നൊലിക്കുന്ന ചോരയുടെ മുന്നിലേക്ക് നോക്കുമ്പോൾ കണ്ടിരുന്നു തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഹരീന്ദ്രനെ. ആ പഴയ പൊട്ടിക്കിടക്കുന്ന ബിൽഡിങ്ങിലെ ഒരു പഴകിയ ഡെസ്കിൽ ഹരീന്ദ്രൻ അവന് എതിരായി തന്നെ നീക്കിയിട്ടുകൊണ്ട് അതിലേക്കിരുന്നു. സൂര്യവർദ്ധന് സുഖം തന്നെയല്ലേ? അത് ചോദിച്ചാലും സൂര്യ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് ഞങ്ങൾ എന്ത് ദ്രോഹം ചെയ്തിട്ടാ ഞങ്ങളോടിങ്ങനെ കാണിക്കുന്നത്? നിനക്ക് പണം വേണമെങ്കിൽ എൻ്റെ അമ്മയുടെയും പേരിലുള്ള എല്ലാം ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? ദയവ് ചെയ്ത് നീ ഞങ്ങളെ വെറുതെ വിടണം പ്ലീസ്. വർഷങ്ങൾക്ക് ശേഷം ഓടി വന്നതാ മുത്തശ്ശനെ കാണാൻ.
എന്നോട് നീ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് എന്താ നിനക്ക് നേട്ടം? നേട്ടമുള്ളത് കൊണ്ടല്ലേ അമ്മയെയും മോനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നിന്റെ വേഷത്തിൽ ഞാൻ അവിടെ കയറി പറ്റിയത്. നിനക്കെന്താ വേണ്ടത്? പണമാണോ? അത് ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? നിന്റെ നക്കാപ്പിച്ച പണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് കരുതിയോ? എനിക്ക് വേണ്ടത് നിന്റെ പണമല്ല, ആ നാടും ആ നാട്ടിലെ ആ ക്ഷേത്രവുമാണ്. അവനത് പറയുമ്പോൾ സൂര്യ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലേ? നിന്റെ ആ മുത്തശ്ശനില്ലേ, ജയവിനായകൻ വർദ്ധൻ, അദ്ദേഹം ഇന്ന് അടക്കി ഭരിക്കുന്ന ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ നിധികളിലൊന്ന് ആ ക്ഷേത്രത്തിലുണ്ട്. അതുമാത്രമല്ല, ആ മണ്ണിനടിയിലും കോടിക്കണക്കിന് ആസ്തിയുള്ള പലതുമുണ്ട്. സർക്കാർ തുടങ്ങിയ പല വമ്പൻ കമ്പനിയും ഈ മണ്ണിനും ആ ക്ഷേത്രത്തിനും വേണ്ടി ഇവിടെ വന്നു. പക്ഷെ അയാൾ കൊടുത്തില്ല. അയാളുടെ ആയുധം എന്നത് ഇവിടുത്തെ ജനമായിരുന്നു. ജനങ്ങൾക്ക് അയാൾ ഈ ഭൂമിയിലെ ഓരോ മണ്ണും അവർക്ക് ജീവിക്കാൻ പകുത്തു നൽകിയപ്പോൾ അയാളെ ദൈവമായി കണ്ടു. ജനങ്ങളെ മുൻനിർത്തി അയാൾ ഈ കോട്ട സംരക്ഷിച്ചപ്പോൾ അറിഞ്ഞില്ല അത് തകർത്ത് അതെല്ലാം വെട്ടിപ്പിടിക്കാൻ ഞാൻ വരുമെന്ന്. ആ ക്ഷേത്രത്തിനുള്ളിൽ പല നിലവറകളുമുണ്ട്. അതിനുള്ളിൽ കടക്കാൻ അയാൾക്ക് മാത്രമേ സാധിക്കൂ. എന്നാൽ അയാൾക്ക് മാത്രമല്ലാതെ ഒരാൾ കൂടെ സാധിക്കും. അയാളുടെ അധികാരം അയാളുടെ ചോരയിലുള്ള ഒരാൾക്ക് കൈമാറുമ്പോൾ അതങ്ങനെ വെറുതെ കൈമാറില്ല. അതിന് പല കടമ്പകളുമുണ്ട്. അയാൾക്ക് ശേഷം അയാളുടെ കൊച്ചുമകനെ ആ സ്ഥാനം ഏൽപ്പിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. നിന്നെ മാത്രമല്ല, നിന്റെ അമ്മയെയും. നീയും നിന്റെ അമ്മയും എനിക്കറിയേണ്ടത് പറഞ്ഞു തന്ന നിങ്ങളുടെ ജീവൻ ഞാൻ തിരിച്ചു തരാം. വേണമെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വന്നു അവിടെ തന്നെ ആക്കിയേക്കാം. എൻ്റെ മുത്തശ്ശൻ്റെയും ബന്ധുക്കളുടെയും അദ്ദേഹത്തെ വിശ്വസിച്ച് കൂടെയുള്ള ജനങ്ങളെയും കൊന്നും ചതിച്ചും നേടാൻ നിന്നെ അനുവദിച്ചിട്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടേണ്ട. അതിന് ഹരീന്ദ്രൻ ഒന്ന് ചിരിച്ചു. അപ്പോൾ നീ ചാകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? എന്നാൽ ശരി, നിന്റെ അമ്മയെ തന്നെ ആദ്യം കൊല്ലാം. നോ, അമ്മയൊന്നും ചെയ്യരുത്. നീ എന്നെ എന്ത് വേണേ ചെയ്തോ, അമ്മയെ വിട്ടേക്ക് പ്ലീസ്. ഇപ്പം നിന്റെ അമ്മ എവിടെയാണുള്ളതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. നിന്റെ അമ്മ ജീവനോടെ വേണമെന്നാണെങ്കിൽ എനിക്കറിയാനുള്ള ഒരു കാര്യം അറിഞ്ഞേ പറ്റൂ. എന്ത് കാര്യം? നിന്റെ മുത്തശ്ശൻ്റെ വീട്ടിനുള്ളിലൂടെ തന്നെ ഒരു രഹസ്യമറിയുണ്ട്. അതുവഴി നേരെ എത്തുന്നത് ആ ക്ഷേത്ര നിലവറയിലാണ്. അത് നിന്റെ അമ്മയ്ക്ക് അറിയാതിരിക്കില്ല. അത് നീ തന്നെ നിന്റെ അമ്മയെ കൊണ്ട് പറയിപ്പിക്കണം. പറ്റുമോ? അമ്മയ്ക്ക് അതൊന്നും അറിയില്ല. കൊള്ളാം, ഇത് ഞാൻ വിശ്വസിക്കണമല്ലേ? ആ കുടുംബത്തിൽ ആ രഹസ്യം അറിയുന്ന 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അയാളുടെ അച്ഛൻ, അയാൾ മരിച്ചുപോയി. പിന്നെ അറിയാവുന്നത് അയാൾക്കും നിന്റെ അമ്മയ്ക്കും അതേപറ്റി അറിയാമെന്നൊരു സംസാരമുണ്ട്. നിന്റെ അമ്മയ്ക്ക് അതറിയാമായിരുന്നു. നിന്റെ അച്ഛനും അമ്മയും തമ്മിൽ ഇഷ്ടത്തിലായതറിഞ്ഞപ്പോൾ അയാൾ പുറത്തുനിന്നുള്ള ആളായതുകൊണ്ട് ചതിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഒരുപാട് ലാളിച്ചു വളർത്തിയ നിന്റെ അമ്മയെ ഈ ഊര് തന്നെ വിലക്കി പറഞ്ഞയച്ചത്. അതുകൊണ്ട് അവർക്കറിയില്ലെന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ലേ ഈ ഹരീന്ദ്രൻ? നിനക്ക് ഞാൻ ഒരാഴ്ച കൂടെ ടൈം തരും. അതിനുള്ളിൽ നിന്റെ അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഇല്ലെങ്കിൽ ആദ്യം തീർക്കുന്നത് അവരെയായിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. അത്രയും പറഞ്ഞ് ഹരീന്ദ്രൻ മുന്നിലേക്ക് നടന്ന ശേഷം ഒന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ്റെ പടകളിൽ ഒരുത്തനോടായി പറഞ്ഞു. അവൻ്റെ തള്ളയെ കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളൊപ്പം ഉണ്ടായിരിക്കണം. അടുത്ത് നിർത്തി കാണിക്കേണ്ട. മനസ്സിലായോ? മനസ്സിലായി ബോസ്. എന്തുണ്ടെങ്കിലും ഞാൻ ഇങ്ങോട്ട് വിളിക്കും. അങ്ങോട്ട് വിളിക്കാൻ ഓൺലി മെസ്സേജ്. അത്രയും പറഞ്ഞ് ഹരീന്ദ്രൻ പോകുമ്പോൾ അവിടെ നിന്നവരെല്ലാം സൂര്യവർദ്ധൻ്റെ ചുറ്റിലുമായി വന്നു നിന്നു. ഭദ്ര വരുമ്പോൾ മുഖം വീർപ്പിച്ച് ബെഡിലിരിക്കുന്ന രുദ്രയെയാണ് കാണുന്നത്. ഭദ്ര വന്ന് മെല്ലെ അവൾക്കടുത്തേക്കായിരുന്നു തോളിലൂടെ കരങ്ങളിട്ടതും അവൾ അത് തട്ടിമാട്ടിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഭദ്ര ഒരു ചിരിയോടെ അവിടെ നിന്നും എഴുന്നേറ്റ് അവൾക്ക് പിന്നിലായി വന്നു നിന്നു. ഭദ്ര അടുത്ത് വന്നതറിഞ്ഞതും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കണ്ട് അവൻ പിന്നിലൂടെ വന്ന് രുദ്രയെ ഇറുക്കെ പുണർന്നു. എന്നാൽ രുദ്ര അപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ഭദ്ര അവളെ അവനെ അഭിമുഖമായി നിർത്തി. എന്നാൽ അവനെ നോക്കാതെ മറ്റെങ്ങോ നോക്കി നിൽക്കുന്ന രുദ്രയുടെ മുഖം ഇരു കരങ്ങൾക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് അവളുടെ മുഖമാകെ ഒരോട്ടപ്രദക്ഷിണം നടത്തി ഭദ്രി. അവൻ്റെ കണ്ണുകൾ അവനേറെ ഇഷ്ടമായ അവളുടെ ഇതളുകളിൽ പതിച്ചതും രുദ്ര ഒതുന്ന് കുതറി. എന്നാൽ ഭദ്ര അവളിലെ പിടിവിടാതെ അവളിലേക്ക് മുഖം അടുപ്പിച്ചു. പിന്നെ രുദ്രയ്ക്കൊന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറാൻ നിന്നതും അവൾ കണ്ണുകൾ അടച്ചു. ഭദ്ര അവളുടെ ഓരോ ഇതളുകളും മെല്ലെ നുണഞ്ഞു. എന്നാൽ അവൻ്റെ മെല്ലെയുള്ള ചുംബനം ശക്തിയേറിയതായി മാറാൻ തുടങ്ങിയതും രുദ്രയുടെ കരങ്ങൾ അവനെ വലിഞ്ഞു മുറുകി. ചുണ്ടിൽ നിന്ന് നാവിലേക്ക് അവൻ്റെ ചുണ്ടുകൾ സ്ഥാനമുറപ്പിക്കുമ്പോൾ രുദ്രയുടെ അടഞ്ഞ കണ്ണുകൾ വിടർന്നു പോയിരുന്നു. ഒപ്പം ഭദ്രയുടെ ചുണ്ടുകൾക്ക് പുറമെ നാവും പല്ലും അവൾക്കുള്ളിൽ കളമെഴുതുമ്പോൾ
അവൾക്ക് ശ്വാസമെടുക്കാൻ തന്നെ ബുദ്ധിമുട്ട് തോന്നി. ബദ്രിയുടെ കരങ്ങളിൽ കിടന്ന് അവൾ തളർച്ചയോടെ പിടഞ്ഞതും ബദ്രി അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്തു. അവൾ ശ്വാസമെടുത്ത് നോക്കിയായതും ബദ്രി അവളോട് സിദ്ധു പറഞ്ഞതും ലക്ഷ്മി അമ്മയുടെ അവസ്ഥയെ കാരണമായതുമെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം ഹരീന്ദ്രൻ്റെ മുൻപിലെത്താനുള്ള വഴിയും പറഞ്ഞു. അത് കേട്ടതും രുദ്ര അവനെ ഒന്ന് നോക്കി. എന്നാൽ ബദ്രി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്കറിയണം എന്തിനാ എന്നിൽ നിന്നും എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ സ്നേഹിച്ച പലരെയും തട്ടിയെടുത്തതെന്ന്. ഒപ്പം എൻ്റെ പ്രണവിൻ്റെയും അച്ഛനെയും അമ്മയെയും കൊന്നത് എന്തിനാണെന്നും. അത്രയും പറഞ്ഞ ശേഷം ബദ്രി രുദ്രയുടെ മുഖം അവൻ്റെ കരങ്ങളിലാക്കിക്കൊണ്ട് പറഞ്ഞു, നിന്നെ എനിക്ക് വിട്ടുകളയാനാവില്ല ഒരിക്കലും. കാരണം ഇന്ന് ഈ ബദ്രി ഈ എന്നേക്കാളേറെ നിന്നെ സ്നേഹിക്കുന്നു. നീയില്ലെങ്കിൽ ഈ ബദ്രിയുമില്ല. പക്ഷേ നിന്നെ എനിക്ക് അവന് മുൻപിൽ അയച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഇനിയും നിന്നെ എന്നിൽ നിന്നും കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ സമയം ചിലപ്പോൾ നിന്റെ ജീവൻ എന്തെങ്കിലും പറ്റിയാൽ സഹിക്കാനാവില്ല എനിക്ക്. അവന് മുൻപേ നിന്നെ അവൻ്റെ മുൻപിലേക്ക് എത്തിക്കണം. എന്നെ അവൻ തേടി വരും മുൻപ് ഞാനും അവനടുത്തെത്തിയിരിക്കും. എന്നെ കൊല്ലുന്നവരെ അവൻ നിന്നെ ഒന്നും ചെയ്യില്ല. എന്നെ കൊല്ലാനുള്ള മാർഗം മാത്രമാണ് നീ അവന്. അതുകൊണ്ട് എനിക്ക് വേണ്ടി പോകില്ലേ നീ അവൻ്റെ കോട്ടയിലേക്ക്. നീ ഒറ്റയ്ക്കല്ല, കൂടെ ഞാനുമുണ്ട്. അവന് പോലും മനസ്സിലാകാത്ത മറ്റൊരു രൂപത്തിൽ. എന്നാൽ ബദ്രി അത് പറഞ്ഞു തീർന്നതും രുദ്ര അവൻ്റെ കരങ്ങൾ പിൻവലിച്ചുകൊണ്ട് മാറി നിന്നു. നീ എന്താ ഒന്നും പറയാത്തത്? എനിക്കൊപ്പം വരുവല്ലേ ഹരീന്ദ്രൻ ഉള്ളിടത്തേക്ക്. എന്നാൽ ബദ്രി അത് ചോദിച്ചെങ്കിലും രുദ്ര ഒന്നും മിണ്ടാതെ ബെഡിലേക്ക് ചെന്നിരുന്നു. കുറച്ചു നേരം രുദ്രയെ നോക്കി നിന്ന ശേഷം അവൾക്കടുത്തേക്കായി ചെന്നിരുന്നതും അവനെ നോക്കിക്കൊണ്ട് രുദ്ര പറഞ്ഞു, വേണ്ട, നമുക്ക് എങ്ങോട്ടും പോകണ്ട. എനിക്ക് പേടിയാ. വേണ്ടേട്ടാ, നമുക്കിതൊന്നും വേണ്ട. നമുക്കെല്ലാവരെയും കൂട്ടി അവരുടെ കൺവെട്ടത്ത് നിന്നും ഒരുപാട് ദൂരെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. അല്ലാതെ അവർ ചെയ്ത പോലെ തിരിച്ചു പ്രതികാരമൊന്നും ചെയ്യണ്ട. എനിക്കും ഏട്ടനൊപ്പം ജീവിക്കണം ഇനിയും ഒരുപാട് വർഷങ്ങൾ. അത്രയും അവനെ നോക്കി പറഞ്ഞ ശേഷം അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ ബദ്രി ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നു.